അതിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അതിയായ സന്തോഷം തരുന്ന കാര്യമാണ്. കാര്യം കേരളത്തിലെ സിനിമ ചലിക്കുന്നത് വിജയങ്ങളുണ്ടാകുമ്പോഴാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമ തിയേറ്റേഴ്സുകളായാലും നമുക്കും കുറച്ച് തിയേറ്റേഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ സിനിമയും ഇറങ്ങുന്ന സമയത്ത് വലിയ പ്രാർത്ഥനയോടെയാണ് നോക്കിയിരിക്കുന്നത്. ദൈവമേ ഭയങ്കരമായിട്ട് വിജയിക്കണമേ എന്ന് എല്ലാ ദിവസവും ഓരോ സിനിമ വരുമ്പോഴും പ്രാർത്ഥിക്കും. അപ്പോൾ ARM മതിയായ വിജയം സമ്മാനിച്ച ഒരു ചിത്രമാണ്. ജിതിൻ എല്ലാം കൊണ്ടും വിജയങ്ങളുടെ ഫോർമുല മനസ്സിലാക്കിയ ഒരു സംവിധായകനാണ്. അത് അതിയായ സന്തോഷം തരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ലിസ്റ്റിൻ നിർമ്മിച്ച ചിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളുടെ സിനിമ എന്ന പ്രത്യേകതയും ARMനുണ്ട്. ഈ സിനിമയിൽ സഹകരിച്ച ഓരോരുത്തർക്കും എല്ലാ സ്നേഹവും അറിയിക്കുന്നു. മുൻപോട്ടും ഇതുപോലുള്ള വിജയങ്ങൾ ഈ ഗ്രൂപ്പിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിനയ്ക്കും ബേസിലിനും അതുപോലെ ഈ സിനിമയിൽ സഹകരിച്ച എല്ലാവരെയും ഈ സമയം സ്നേഹത്തോടെ ഓർക്കുന്നു. നന്ദി, നമസ്കാരം. ആന്റണി ചേട്ടനുള്ള മൊമെന്റോ നൽകാനായിട്ട് ബ്ലെസ്സി സാറിനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആൻജിയുടെ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എമ്പുരാന്റെ റിലീസിന് തൊട്ട് മുമ്പ് ഇനി ലൂസിഫർ വീണ്ടും ഇറങ്ങാൻ ചാൻസ് ഉണ്ടോ? അല്ല, ഒരു ആഗ്രഹമുണ്ട്. അത് ഒന്ന് റിലീസ് ചെയ്തിട്ട് ഒന്നുകൂടി തിയേറ്ററിൽ 2 ആഴ്ച എല്ലാവരും വന്നൊന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. ശരിക്കും തീരുമാനിച്ചിട്ടില്ല. കാണണ്ടേ എമ്പുരാന് മുമ്പ് ലൂസിഫർ?